സെറ്റപ്പാ അല്ലേ? സെറ്റപ്പ് അല്ല, സെറ്റ് ഇട്ടേക്കണതാ. ആണോ അണ്ണാ? എന്തൊരു തണുപ്പണ്ണ ഇവിടെ, ഭയങ്കര തണുപ്പുണ്ടാ. പോന്നപ്പോ ഒരു പുതപ്പ് പോട്ട് പോരാൻ മേലായിരുന്നു. തണുപ്പാന്നും പറഞ്ഞ് ഇവിടെ കരികിലൊക്കെ ഇട്ട് കത്തിക്കുവോ? അയ്യോ ഇല്ല, തീ ആയാനായിട്ട്. അയ്യോ കത്തിക്കില്ല കേട്ടോ. ഇല്ല, കത്തിക്കത്തില്ല. അതെ, കൂട്ടുകാരൊക്കെ കൂടി ഭക്ഷണം കഴിച്ചോ? ആ ഭക്ഷണം കഴിച്ച് ഭക്ഷണം ഉണ്ടാകാൻ തുടങ്ങുമായിരുന്നു. ആ ശരി, അല്ല താമസിച്ചായിരുന്നു പോയപ്പോഴേ. ആ വാ, പുള്ളി ഭക്ഷണിലേക്ക് ഇട്ടു, ഞാനത് ന്യൂട്രലിലേക്ക് ഇട്ടു, ബാക്കിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. ഇല്ല, എന്നെ പിടിച്ചു തന്നെ ഭയങ്കര വിശപ്പായിരുന്നു ഇവർക്ക്. പിന്നെ നിങ്ങൾ രണ്ടുപേരും പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് പോയാൽ മതി. കണ്ടിട്ടേ പോളൂ, കണ്ടിട്ട് അത്താഴമൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ ഓക്കെ. നേരം വെളുത്ത് പോകണോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇല്ലടാ, ആലോചിക്കണം കേട്ടോ, സീരിയസ് ആയിട്ട് ആലോചിക്കണം. ആലോചിക്കാം. നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, ശരി ചേച്ചി, ഞങ്ങൾ പോയിരുന്ന് ടച്ച് ചെയ്തിട്ട് വരാം. എടാ, മുക്രിയുടെ പെണ്ണുപിള്ളിയാണത്. മുക്കുറി അല്ലടാ, പെണ്ണുപിള്ളി അല്ല. അതിനെ അങ്ങനെ വെച്ചേ, പിന്നെ ടച്ച് ചെയ്യട്ടെന്ന് വെച്ചേ. എടാ മേക്കപ്പ് ചെയ്യട്ടെ എന്നവര് പോയിട്ട്. ഓ, മേക്കപ്പ് ആണല്ലേ. അയ്യോ അണ്ണ, ഞാൻ ടച്ച് ചെയ്തില്ല അണ്ണാ. ഇല്ലേ? അയ്യോ എടാ, ഞാൻ വല്ല ടച്ചും ചെയ്യട്ടെ. അതെ, ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് നിന്നോടൊരു കാര്യം പറയണം എന്ന് ആലോചിച്ചത്. ഇനിയും ചിക്കൻ കാല് വേണോ? അയ്യോ അതല്ല, ഞാൻ ആലോചിക്കും നീ ഇതുവരെയായിട്ട് കല്യാണം കഴിക്കാത്ത എന്നാ. അതായത് നിന്നെപ്പോലുള്ള സ്വഭാവം അല്ല ഞാൻ. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ലക്ഷ്യബോധങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ പെണ്ണിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പെണ്ണിന്റെ കണ്ണുണ്ടല്ലോ, കഴുകന്റെ കണ്ണുകളായിരിക്കണം. അത് കഴുതക്കണ്ണ. പിന്നെ ബുദ്ധി കുറുക്കന്റെ ബുദ്ധി ആയിരിക്കണം. കുറുക്കന്റെ ബുദ്ധിയോ? കുറുക്കന്റെ ബുദ്ധി ആയിരിക്കണം. പിന്നെ ഇങ്ങനെ നടക്കാൻ പറഞ്ഞ പൂച്ച നടത്തം, ക്യാറ്റ് വാക്ക് ആയിരിക്കണം. പിന്നെ ധൈര്യത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, സിംഹമായിരിക്കണം, സിംഹം. അല്ല, ഞാനും ചോദിച്ചോട്ടെ, നീ ഏത് മൃഗത്തെ കിട്ടാനാ ഉദ്ദേശിക്കുന്നത്? മൃഗത്തെ? പിന്നെ നീ ഓരോ മൃഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ അതുപോലത്തെ കരുത്ത് ആർജിക്കണമെന്ന്. അണ്ണ അണ്ണ, പിന്നെ നമ്മള് രജിസ്റ്റർ മാരേജിന് പോകുമ്പോഴേ ഈ അണ്ണനെ കൂടെ സാക്ഷിയായിട്ട് വിളിക്കണം. ഞാനങ്ങും വരില്ലട്ടെ, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. അല്ല, സാക്ഷിക്കാൻ കൊമ്പണ്ടാ പൊന്നടാവേ, ഞാൻ വരടാവേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ അപ്പൻ ഇവരെക്കാളും സ്വത്തുള്ള ആളല്ലേ? അതെ. എന്നിട്ട് ഈ സാധനത്തിനെ കൊണ്ട് വീട്ടിലേക്ക് വിളിച്ചോണ്ട് ഇരുന്ന് നിന്റെ അപ്പൻ സമ്മതിക്കോ? ഇവിടെ കൂടെ കയറ്റാൻ സമ്മതിക്കോ? അപ്പന്റെ സമ്മതം നോക്കി എന്റെ മൂക്കി പല്ല് വരും. അപ്പൊ 2 ബ്രഷ് മേടിക്കണം. അതെന്തിനാ? മൂക്കിലെ പല്ലും തേക്കണം, വായിലെ പല്ലും തേക്കണ്ടേ? എന്നാലും എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിളിച്ചപ്പോ ഇവിടെ ഇറങ്ങി വന്നില്ലേ, അത് അവളുടെ മനസ്സ്, ആ മനസ്സ് ഭയങ്കര ഇഷ്ടമായി. ഓ അണ്ണ അല്ല, ആരും വിളിച്ചാലും ഞാൻ ഇറങ്ങിപ്പോയിന്. എടാ, ഒരു പെണ്ണിന്റെ മനസ്സെന്ന് പറഞ്ഞാണ്ടല്ലോ, പൂവും ഒരുപോലെയാ. അതെന്താ? എടാ, അടുത്ത് കഴിഞ്ഞ അപ്പൊ തലേ കയറുന്നു. ആണോ? അണ്ണ അണ്ണ, നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ അണ്ണന്റെ അച്ഛൻ വീട്ടിൽ കയറാൻ സമ്മതിക്കുവോ? അണ്ണാ വീട്ടിൽ കയറാൻ സമ്മതിക്കാല. നിന്നെ കൊണ്ട് വീട്ടിൽ ചെയ്യുന്ന കൈയും കാലും മുട്ടും വെട്ടിക്കളയും. അയ്യോ, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ? ഞാൻ എന്നൊരു വഴി കണ്ടിട്ടുണ്ട്. എന്തുവണ്ണ? നിന്നെ വിളിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ട് പോകാം. അയ്യോ വേണ്ടണ്ണ, എന്റെ വീട്ടിൽ പോണ്ടണ്ണ. എനിക്ക് അണ്ണന്റെ വീട്ടിലെ സ്വത്ത് മുഴുവൻ അനുഭവിക്കണം അണ്ണ. സ്വത്തില്ലേലും അവൻ നിന്നെ അനുഭവിപ്പിക്കും. ഇവൻ പണിക്ക് പോവൂല, നീ എന്നെ അടുത്തോട്ട് തിന്നും. എന്റെ അടുത്ത് തിന്നോ? ഞാൻ ഏതായാലും ഒരു വാടക വീട് സംഘടിപ്പിക്കും. ഈ വാടക വീട്ടിലേക്കേ പ്ലാവൽ എടുത്തിട്ട് ഇങ്ങനെ എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരൻ സമ്മതിക്കില്ല. ഇല്ല, കാശ് കൊടുക്കണ്ടേ? കാശ് കൊടുക്കണം. നീ എവിടെ നിന്നെടുത്ത് കാശ് കൊടുക്കും? അവളുടെ കഴുത്തേലേക്ക് നോക്കിയേ, ചുണങ്ങൊക്കെ കൊണ്ട് കൊടുത്ത് ഞാൻ കാശ് കിട്ടൂടവേ. സ്വർണം കണ്ടാ കിടക്കണേ? ഓ, കയ്യിലും കാളയിലും കിടക്കണേ. അയ്യോ അണ്ണ, ഇതൊക്കെ റോഡ് ഗോൾഡാ. റോഡ് ഗോൾഡോ? വിറ്റോദിക്കോ? അതല്ലടി, സ്വർണ്ണല്ലേ ഇത്? അല്ല, അതെ, ഞാനിങ്ങനെ അണ്ണൻ്റെ കൂടെ ഇറങ്ങി പോരാൻ നേരം അച്ഛൻ്റെ കൊടുത്ത് ലോക്കറിൽ കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. അച്ഛൻ കൊണ്ട ലോക്കറിൽ കൊണ്ടുവച്ചപ്പോ ഞാൻ ജോക്കറായി. എടാ, ഒരു കാര്യം ഞാൻ പറയാം. എങ്ങനെയെങ്കിലും നിങ്ങൾ വീട് വാടകയ്ക്ക് എടുത്തു, അതിനകത്ത് താമസിച്ചോന്നിരിക്കട്ടെ. കുറച്ച് നാളെ കഴിയുമ്പോ നിങ്ങൾക്ക് പിള്ളേരുണ്ടാവോ? ചിലപ്പോ ഉണ്ടാവും. അയ്യോ, ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും, സത്യമായിട്ട് ഉണ്ടാവും. 3 എണ്ണം വേണ്ട അണ്ണ, 2 എണ്ണം മതി. 3 എണ്ണം വേണ്ട അണ്ണ, 2 എണ്ണം 3 എണ്ണം 2 എണ്ണം മതി. അണ്ണന് 3 എണ്ണം വേണമെന്ന് പറയുന്നത്. 2 എണ്ണം തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ പിടിച്ചു പറഞ്ഞാൽ നിന്റെ അപ്പം വരുമോ? ഈ പിള്ളേരൊക്കെ സൃഷ്ടിക്കുന്നത് വീട്ടിൽ അടിയുണ്ടാക്കാനാണോ? അല്ല, പറയൂ. അതെ, ഈ പിള്ളേര് സ്കൂളിൽ പോവാന്നിരിക്കട്ടെ, എങ്ങനെ കാര്യങ്ങൾ നടത്തും? ഇപ്പൊ പുസ്തകത്തിനും ബുക്കിനും ബാഗിനൊക്കെ എന്നാ വിലയെന്നറിയാമോ? അത് പോവാ. അതെങ്ങനെ നടത്തും? സ്കൂളിൽ പോവാണെങ്കിൽ നമുക്ക് ചെറിയ തയ്യൽ പരിപാടിയൊക്കെ അറിയാം. തയ്യലിന് വിടും. സ്കൂൾ വരെ തയ്യലിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഈ പിള്ളേര് കോളേജിൽ പോകണം, എന്ത് ചെയ്യും? കോളേജിൽ പോവാണെങ്കിൽ ഞാനൊരു തൂമ്പ മേടിക്കും. എന്റെ പൊന്നു മോനെ, ആ സമയത്തെങ്കിലും നിനക്ക് പുറത്ത് പോയി പണിയണം, 10 പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം വന്നല്ലോ. സന്തോഷം. അതുകൊണ്ടല്ല, ഈ അയൽക്കൂട്ടക്കാരുടെ പണിയുണ്ടല്ലോ, അതുപോലെ തന്നെ തൂമ്പ പിള്ളേർക്ക് കൊടുക്കും, പണിക്ക് പോകാൻ പറയും. കോളേജ് അതങ്ങനെ പോയിന്നിരിക്കട്ടെ. ഇനി പിള്ളേർക്ക് കല്യാണം കഴിക്കണമെന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നീ എന്ത് ചെയ്യും? കല്യാണം കഴിക്കണം എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു വകുപ്പുണ്ട്.
ഉണ്ടോ? ഇവള് പോലും അറിഞ്ഞിട്ടില്ല. അതിനെ സംഭവം എന്റെ കയ്യിലുണ്ട്. ഏതാ? ഹൈവേയുടെ തീരത്ത് ഒരു 13.5 സെന്റ് ഉണ്ട്. എന്റെ പൊന്നടാ, അത് ഞാൻ പോലും അറിഞ്ഞില്ലടാ. അതാടാ ദീർഘവീക്ഷണം വേണം. പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ദീർഘവീക്ഷണം വേണം. നല്ല കാര്യമാണ്, നല്ല കാര്യം. അല്ലെ, ഈ സ്ഥലം ആരുടെ പേരില? നിന്റെ പേരിലാണോ അതോ അച്ഛന്റെ പേരിലാണോ അമ്മയുടെ പേരിലാണോ അനിയന്റെ പേരില? ആരുടെ പേരില? ആരുടെ പേരിലല്ല, ഇവളുടെ അച്ഛന്റെ പേരിലാ സ്ഥലം. അതിങ്ങോട്ട് വിൽക്കാൻ പാ. എന്റെ ആങ്ങളുടെ കല്യാണത്തിന് വേണ്ടി എന്റെ അപ്പം മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലം അതൊന്നും തരത്തില്ല. ആ കേട്ടോ, അടിച്ച കോളൊക്കെ തിരിച്ച് ഇങ്ങോട്ട് കയറുക. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ ഇത്? നിനക്ക് ഇനി വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? എനിക്ക് വീട്ടിലോട്ട് കയറാൻ ചെല്ലാൻ പറ്റും. പറ്റുമോ? ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാ. ആണോ? എനിക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം. അല്ലെങ്കിൽ നീ ഈ സാരിത്തുമ്പോ അവിടെ കിടപ്പുണ്ടോ മേളിലേക്ക് പിടിച്ച് കയറി പോകാനായിട്ട്? ഇല്ലണ്ണ, എനിക്കിനും തിരിച്ചിറങ്ങി കയറാൻ പറ്റത്തില്ല. എന്റെ അച്ഛനും അമ്മ അത്ര റിസ്ക് എടുത്ത് എന്നെ ഇറക്കി വിട്ടേക്കുന്നേ. പിന്നെ എന്നാ ഉദ്ദേശം രണ്ടും ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത്? എടേ, നീ ഒന്ന് ആലോചിക്കണ്ടേ? നിങ്ങൾ ആഭാസം വന്ന് വിളിച്ച് ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ? അത് ഇറങ്ങി വന്നു കഴിഞ്ഞില്ല അണ്ണൻ ആഭാസനാന്ന് ഞാൻ അറിഞ്ഞത്. നീ ഒന്നും മനസ്സുകൊണ്ടൊന്ന് ആലോചിക്കാൻ വരാമെന്ന് എന്തെങ്കിലും. ഇത് എന്ത് ഇത് പാക വിഷയല്ലേ? ഇതിപ്പോ എന്താ എന്നാ പരിപാടി? എന്നാ അത്? ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ? നീ പറ. ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ? ഞാൻ പറയാനോ? ഞാനാണോ നിന്നെ സാരിത്തുമ്പേ തൂക്കി താഴോട്ട് ഇറങ്ങിയത്? അവളോടാണോ? അണ്ണൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അണ്ണൻ ഇവിടുത്തെ ജോലി സ്ഥിരമാണോ? പിന്നെ ഞാൻ എന്റെ ജോലി ഇവിടെ സ്ഥിരല്ലേ? ആണോ? അതെ അതെ. എത്ര രൂപ ശമ്പളം ഉണ്ട്? എനിക്കൊരു 10-25,000 രൂപയും പിന്നെ മിനുസവും കൂടെ ഉണ്ട്. ആണോ? ഞാൻ ആ മിനുസവും കൊണ്ട് ജീവിക്കും. 25,000 ഞാൻ സേവ് ചെയ്യും. എന്നാ പിന്നെ ഞാൻ ഏതായാലും ഇറങ്ങി വന്ന അണ്ണൻ എന്നെ കെട്ടിക്കോളാവോ? പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണ്ട? അണ്ണ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്ക്. തിരിച്ച് സാരത്തുമ്പേ കയറി എനിക്ക് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അണ്ണന്റെ വീട്ടിൽ എന്നെ കേട്ടത്തില്ല, അണ്ണൻ എന്നെ കെട്ടത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ അണ്ണന്റെ കൂടെ പോവാ. എടാ, ആ കൊച്ചിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കൊച്ചിന് ഇനിയിപ്പോ ആരോ ഉള്ളത്? ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ പറ. നീ ഞങ്ങളിപ്പോ ഒരു കാര്യം പറയട്ടെ. നിന്റെ പ്രായം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇവളെ എനിക്ക് കെട്ടിച്ചങ്ങതാ. ദൈവമേ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടോയല്ലോ. എനിക്ക് ഇച്ചിരി കറപ്പണെന്ന് പറഞ്ഞ് കാക്കാന്ന് വിളിച്ച് ഇടിച്ചാൽ മൂക്കാൻ പരത്തി കളയും ഞാൻ. അപ്പൊ നമുക്ക് പോയാലോ? പോട്ടെ അണ്ണ, വിഷമം ഉണ്ടെണ്ണ, പോവാ. കഷ്ടമുണ്ട് കേട്ടോ. അണ്ണ എന്നെ നോക്കത്തില്ലല്ലോ അണ്ണ, അതല്ലേ അണ്ണ. പോട്ടെ. അതെ, അവൻ കോസ്റ്റമറാ. തുണി മാറണ പോലെ നിന്നെ മാറും. ഓ, അങ്ങനെ മാറുവാണെങ്കിൽ ഇവിടെ ക്യാമറമാനും മേക്കപ്പ്മാന്മാരും ഒക്കെ ഉണ്ട്. ഓ, അങ്ങനെ അണ്ണ എന്നെ മാറുവോ? ഇല്ല, ഞാൻ മാറില്ല. അന്ന് ഞാനും മറത്തില്ല. അടിസൊക്കെ ഞാനത് കല്യാണം പൊളിഞ്ഞോന്ന്. സ്മിതയാണല്ലോ വിളിക്കണേ. ഹലോ, എവിടെ? വീട്ടിലുണ്ടെന്നോ? ഇറങ്ങി പോരെന്ന്. ഞാനാ പറഞ്ഞ ഇറങ്ങി പോര്. പേടിയാന്നോ? രാത്രിക്ക് നീ സാരി അല്ലെങ്കിൽ ഇറങ്ങിയാൽ മതി, ഞാൻ താഴെ ഓട്ടമായിട്ട് നിൽക്കാം. ഓക്കെ എന്നാ, രാത്രിക്ക് കാണാം. പെണ്ണങ്ങളുടെ ഓരോ കാര്യങ്ങളേ. എന്നെ കണ്ടപ്പോ ശ്വാസമൊക്കെ ആഞ്ഞു പിടിച്ച് വായിച്ചു. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് സുരഭി ആണെങ്കിൽ എപ്പിസോഡ് പൊടി പൊടിക്കും. അത് കണ്ണു വെച്ചിട്ട് വിട്ടു കേട്ടോ. തൊട്ട്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വേദിയിൽ വരുന്നത്. അതിനൊരു അവസരം തന്നതിന് വീണ്ടും ഞാൻ അമൃത ടിവിയോട് നിങ്ങൾ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി പറയാണ്. താങ്ക് യു. അങ്ങനെ നമ്മളങ്ങ് വിടുവൊന്നുമില്ല. നിങ്ങൾ കോഴിക്കോട്ടുകാരി ഇവിടെ വന്നിട്ട് കോഴിക്കോട്ടുകാരെ മുഴുവൻ പുകഴ്ത്തി പറഞ്ഞില്ലേ? കോഴിക്കോട്ടുകാരുടെ ഒരു പാട്ടുകൂടെ പാടിയിട്ട് പോയാൽ മതി. ഓക്കെ, എന്നാ പാടാം. അത് വേണ്ട, ആദ്യം മ്യൂസിക് വേണ്ട. കരങ്ങൾ താളവും കൊണ്ടിന്റെ പിന്നാലെ ഓടേണ്ടി വരും. ഒരു 7 കട്ടക്ക് പിടിച്ചോളി. ദർബാർ രാഗത്തിലാണ്. ദർബാർ രാഗത്തിലാണ്. ഇങ്ങള് പുട്ടാണെങ്കി ഞമ്മള് പുട്ടും കുറ്റാണ്, ഇങ്ങള് ചില്ലാണെങ്കി ഞമ്മള് കുപ്പിച്ചില്ലാണ്. ഐസ കദീസ പാത്തുമ്മ കദീസുമ്മ കദീസുമ്മ ഉണ്ടല്ലേ തള്ളല്ലേ പന്തല് പൊളിഞ്ഞാടും പന്തല് പൊളിഞ്ഞാടും. കുത്തിരിക്കി കുത്തിരിക്കി കുത്തിരിക്കീം കുത്തിരിക്കീം ഡബ്ബർ കട്ടുമേൽ ഡബ്ബർ കട്ടുമേൽ. കുടിക്കാൻ കൊടുക്കി കുടിക്കാൻ കൊടുക്കി കുടിക്കാൻ കൊടുക്കിയും കുടിക്കാൻ കൊടുക്കിയും ഗ്ലൂക്കോസും വെള്ളം ഗ്ലൂക്കോസും വെള്ളം. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല,
പോരാഞ്ഞിട്ടോ ആവി വന്നില്ല, പുട്ടിനാവി വന്നില്ല. എന്നോട് കളിക്കല്ലേ ഉണക്കപ്പുട്ടേ, മൈസൂരി പഴം കൂട്ടി അടിക്കും ഞാന്. ഇച്ച് പുട്ടാണെങ്കി ഞമ്മള് പുട്ടും കുറ്റിയാണ്, ഇച്ച് ചില്ലാണെങ്കി ഞമ്മള് കുപ്പിച്ചില്ലാണ്. Thank you, എനിക്ക് Surabhi. വയ്യ. I love you. Thank you. Ma.